ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള മലാല യൂസുഫ്സായി എഴുതിയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്കറിയാം മലാല യൂസുഫ്സായി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള നൊബേൽ പ്രൈസ് വിന്നർ ആണ് അല്ലെ. സമാധാനത്തിൽ, പീസിലാണ് അത് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവരെന്താണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബ്രേവ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഈ ഒരു ചാപ്റ്ററിൽ അവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ദിവസത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് മലാല യൂസുഫ്സായി പറയാണ് താൻ ജനിച്ചിട്ടുള്ളത് ഒരു മിഡ് നൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യത്താണ്. ഏതാണ് ആ രാജ്യം? യെസ്, പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് മിഡ് നൈറ്റിലാണ്. അപ്പൊ അവര് പറയാണ് ആക്രമിക്കപ്പെട്ട ആ ദിവസം അന്ന് സ്കൂളിലേക്ക് പോയെങ്കിലും പിന്നെ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഇപ്പൊ അവരെവിടാണുള്ളത്? സ്വന്തം നാടിന് 5 മണിക്കൂർ പിന്നിലായിട്ടുള്ളൊരു വിദേശ രാജ്യത്താണ്, അതായത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഈ ഒരു സമയം അവർക്ക് അവർക്ക് അവരുടെ സ്വന്തം മുറി, അവരുടെ സാധനങ്ങള്, അവരുടെ അവാർഡുകള്, കാര്യങ്ങളെല്ലാം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഉയർന്ന കെട്ടിടങ്ങളും പിന്നെ അതുപോലെ വൃത്തിയായിട്ടുള്ള റോഡുകളും നല്ല അടിപൊളി തോട്ടങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അവരുടെ നാട്ടിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകളാണെന്നാണ് മലാല യൂസുഫ്സായി പറയുന്നത്. മലാല തന്റെ നാട് ഇങ്ങനെ ഓർക്കാണ്. മഞ്ഞ് പൊത്തിയ മലകള്, പച്ചപ്പുള്ള വയലുകള്, നീല നദികള്, സ്വന്തം സ്കൂള്, ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട് അല്ലെ. അവള് സുഹൃത്തുക്കളോടൊപ്പം പ്രത്യേകിച്ച് അവരുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള മൊനീബിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിട്ട് അവൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. കാരണം അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉടൻ തന്നെ അവള് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് എന്ന് തിരിച്ചറിയുന്നു, അതായത് ഇപ്പോഴുള്ള സ്ഥലം. മലാല ഇങ്ങനെ റീകോൾ ചെയ്യാണ് അവളുടെ ജീവിതം മൊത്തമായിട്ട് ചേഞ്ച് ആയിട്ടുള്ള ആ ഒരു ദിവസം എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരുന്നു, 9th October 2012. ആ ദിവസം രാവിലെ പതിവ് പോലെ സ്കൂളിലേക്ക് പോവാണ് അല്ലേ. നല്ല റിക്ഷയിലൊക്കെയാണ് പോകുന്നത്. അവരുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ പേര് കുശാൽ സ്കൂൾ എന്നാണ്. അത് കണ്ടുപിടിച്ചത്, അത് ഉണ്ടാക്കിയിട്ടുള്ളത് അവളുടെ ഫാദർ തന്നെയാണ്. അവൾക്ക് ഈ പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. അതുപോലെ സയൻസ്, ഉറുദു, ഇംഗ്ലീഷ് ഇതൊക്കെ അവള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡ്രോയിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളുടെ കൂടുതൽ ഫ്രണ്ട്സിനും ഡോക്ടറൊക്കെ ആവാനാണ് ആഗ്രഹം. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. മലാലയുടെ മുറിയിൽ ഒരു ബെഡും ഒരു ഷെൽഫും ആണുള്ളത്, ഒരു അലമാരയാണുള്ളത്. അത് എങ്ങനെയാണ് അവൾ വാങ്ങിയിട്ടുള്ളത്? അവൾ തന്നെ വാങ്ങിയിട്ടുള്ള അലമാരയാണ് കേട്ടോ. അതെങ്ങനെ വാങ്ങിയതെന്ന് വെച്ചാൽ അവൾ ഈ ഒരു ഗേൾസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഉച്ചയുയർത്തി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള പണം കൊണ്ടാണ് അവൾ ഈ ഒരു ഷെൽഫ് വാങ്ങിയിട്ടുള്ളത്. ഈ ഷെൽഫിൽ അവൾക്ക് കിട്ടിയിട്ടുള്ള പ്രൈസും ട്രോഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടുള്ളതിന്റെ ട്രോഫിയൊക്കെ അതിൽ ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് അവർ ആദ്യം നടന്നിട്ടാണ് പോവാറുണ്ടായിരുന്നത്. കാരണം അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവാണ്. കാരണം പല പല ഭീഷണികളും വരുന്നുണ്ട്. കാരണം ഈ മലാല ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിന്റെ റൈറ്റിന് വേണ്ടിയിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിന് നേരെ ഈ ഒരു വാണിങ്ങും പിന്നെ അതുപോലെ ഭീഷണിയും ഒക്കെ വരുന്നുണ്ടായിരുന്നു. മലാല വിചാരിച്ചിരുന്നത് അച്ഛന് ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറിലാണ്. കാരണം അച്ഛനും ഓപ്പൺ ആയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ, വിദ്യാഭ്യാസത്തിനെതിരെ പറയുന്നവരോടൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ഓൾറെഡി മരിച്ചിട്ടുമുണ്ട്, കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ സംടൈം മലാല ഇങ്ങനെ ഇമാജിൻ ചെയ്യും, അവളാരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നിക്കുകയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നല്ല. ആ ഒരു സമയത്ത് അവൾ ഒരിക്കലും പേടിച്ചിട്ടില്ല, അഫ്രൈഡ് ആയിരുന്നില്ല. പക്ഷെ അവൾ വിശ്വസിച്ചിരുന്നത് ആ ആളെ എങ്ങനെ, ഈ അറ്റാക്ക് ചെയ്യാൻ വന്ന അറ്റാക്കറിനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യാന്നൊക്കെയാണ്. അതായത് വയലൻസ് അല്ലാതെ എങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെയാണ് അവള് ചിന്തിക്കുന്നത്. നീ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ്, പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പിന്നെ ഇവളുടെ ഈ ഒരു സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഫ്രണ്ട് ആയിട്ടുള്ള മോനിബിയോട് അവര് പങ്കുവെക്കാറുണ്ടായിരുന്നു. മോനിബിക്ക് ഒരു ഡിസൈനർ ആകാനൊക്കെയാണ് ഇഷ്ടം. പക്ഷേ കുടുംബത്തിലെല്ലാവർക്കും അതൊന്നും അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ അവൾ എല്ലാവരുടെ അടുത്തും പറയുന്നത് എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്നാണ്. ഓക്കെ ആണല്ലോ. മലാലക്ക് എന്താവാനാണ് ആഗ്രഹം എന്നറിയോ? മലാലക്ക് ഈ ഒരു പൊളിറ്റിക്സിൽ വരിക, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ ആയിരുന്നു മലാലയുടെ ആഗ്രഹം.
മലാലക്ക് നേരെ ആ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ള ആ ഒരു ദിവസം, ആ ദിവസം സ്കൂൾ ബസ് വന്ന സമയത്ത് എന്താണ്, മലാലയും ഫ്രണ്ട്സും എല്ലാം ഓടിക്കേറി അതിനുള്ളിലേക്ക്. ബസ്സിനുള്ളിൽ എന്താണ് നല്ല ചൂടും തിരക്കും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, ബസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് നിർത്തി. ആ സമയത്ത് വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ഒരു വലിയ താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു ആള് റോഡിൽ വന്ന് നിന്ന്. എന്നിട്ട് ചോദിച്ചു, ഇത് കുശാൽ സ്കൂൾ ബസ് ആണോന്ന്. അപ്പൊ ഡ്രൈവർ അതേന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താണ്, എനിക്ക് കുറച്ച് കുട്ടികളെ പറ്റിയുള്ള വിവരം കിട്ടണം എന്ന് പറയാണ്. ആ സമയത്ത് എന്താണ്, പിന്നിൽ നിന്ന് വേറൊരു യുവാവും എത്തിയിട്ടുണ്ട്. അപ്പൊ മലാല തന്റെ അച്ഛനൊപ്പം എന്താണ്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ പല സമയത്തും മാധ്യമപ്രവർത്തകർ വന്നിട്ട് എന്താണ്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ മോനിബ വിചാരിച്ചിട്ടുള്ളത് അതുപോലെ ഏതെങ്കിലും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആളുകൾ വന്നതാണെന്നാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വഴിമധ്യേ ഒന്നും ആരും വന്നിട്ടില്ലായിരുന്നു. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ആളെന്താണ്, തലയിൽ ഒരു തൊപ്പിയും പിന്നെ അതുപോലെ മുഖം മൂടാനുള്ള ഒരു തുണിയൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അവര് ബസ്സിന്റെ പിൻഭാഗത്ത് കയറിയിട്ട് അകത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ആരാണ് മലാല? ആ ഒരു ചോദ്യം കേട്ട സമയത്ത് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്താണ്, മുഖം മറച്ചിട്ടില്ലാത്ത ഏക പെൺകുട്ടി ആരായിരുന്നു? മലാല ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്തു, ചില കുട്ടികൾ അവളെങ്ങനെ നോക്കി. അപ്പോൾ എന്താണ്, അവര് തോക്ക് പുറത്തെടുത്തിട്ട് വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. ആദ്യത്തെ വെടിയുണ്ട എങ്ങോട്ടാണ്, മലാലയുടെ കണ്ണിലും എന്താണ്, ചുമലിലും പതിച്ചു. മറ്റേത് രണ്ടും എന്താണ്, അവളുടെ അടുത്തിരുന്ന പെൺകുട്ടികളെയാണ് തട്ടിയിട്ടുള്ളത്. വെടിവെക്കുന്ന സമയത്ത് അവരുടെ കൈ എന്ത് ചെയ്യുന്നുണ്ട്, ഷിവർ ചെയ്യുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവരെന്താണ്, ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മലാലയുടെയും അതുപോലെ മോനിബയുടെയും ഒക്കെ വസ്ത്രങ്ങളിലും മുടിയിലും ഫുൾ എന്താണ്, ബ്ലഡിൽ മുങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാഠത്തിന്റെ ലാസ്റ്റിലായിട്ട് മലാല എന്താണ്, ഭയങ്കര പ്രൗഡായിട്ട് ധൈര്യമായിട്ട് ബ്രേവ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, എന്ത്, ഞാൻ മലാലയാണ്, ഇതാണ് എന്റെ കഥ. ഓക്കെ ആണല്ലോ. ഇതിൽ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചത് ഇപ്പൊ എന്താണ്, മലാല യൂസഫ്സായിന് വന്നിട്ടുള്ള ആ ഒരു അറ്റാക്ക് എപ്പോഴായിരുന്നു, എങ്ങനെയൊക്കെയാണ്, എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് അല്ലെ. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ്, ഒരുപാട് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ റിലേറ്റഡ് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. ഈ ചാപ്റ്റർ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.